ചത്ത പച്ച എന്ന സിനിമ അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായിരുന്നു എന്ന് വെച്ചാൽ WWE പോലെ ഒരു കോൺസെപ്റ്റ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഇവർ അവതരിപ്പിക്കും എന്നതറിയാനായിരുന്നു. ഇന്നത്തെ 90s കിഡ്സ് എന്ന് പറയുന്ന തലമുറയ്ക്ക് കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയാണ് അണ്ടർടേക്കറൊക്കെ ശവപ്പെട്ടിയിൽ നിന്ന് പൊന്തി വന്നു എന്ന് നമ്മൾ കേട്ട് വിശ്വസിച്ച WWF കാലഘട്ടം. അതൊക്കെ ഫേക്ക് ആണെന്ന് വിശ്വസിക്കാൻ തന്നെ പലരും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു സംഗതിയെ കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് സാമാന്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് പാകത്തിനുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സംവിധായകനായിട്ടുള്ള അദ്വൈത് നായർക്കും തിരക്കഥാകൃത്ത് സനൂപ് തൈക്കുടത്തിനും ഈ സിനിമയിലൂടെ സാധിക്കുന്നുണ്ട്. കഥയിൽ തരക്കേടില്ലാത്ത ഒരു ഡ്രാമ സെറ്റ് ചെയ്തുകൊണ്ട് കഥ പറച്ചിലിൽ ഒരുപാട് ഡീറ്റെയിലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫെസ്റ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ചത്ത പച്ചയ്ക്ക് തിയേറ്ററുകളിൽ സാധിക്കുന്നുണ്ട്. 3 സുഹൃത്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ. ലിറ്റിൽ, സാവിയോ, വെട്രി എന്നിവരാണ് അവർ. വാൾട്ടർ എന്നൊരു ലോക്കൽ ഗുസ്തിക്കാരന്റെ പിന്തുണ ഇവർക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ ഇവർ 3 പേരും കാട്ടിക്കൂട്ടുന്ന ഒരു പോക്കൃത്തരം കാരണം ലിറ്റിലിന് സഹോദര തുല്യരായിട്ടുള്ള മറ്റു 2 പേരെ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ലിറ്റിൽ കൊച്ചിയിലേക്ക് തിരിച്ചു വന്ന് വാൾട്ടറിന്റെ ഒരു സ്വപ്നമായിരുന്ന കോസ്റ്റ്യൂം ഗുസ്തി സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കേട്ടാൽ ലേശം വട്ടായിട്ടുള്ള ഈ ഒരു ഐഡിയ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാൻ പെടുന്ന പാടും അത് കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൊമെന്റുകൾ എങ്ങനെ ചേർക്കണമെന്ന് ഈ സിനിമയുടെ ട്രീറ്റ്മെന്റിന് അറിയാം. പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ചോക്ക് സ്ലാം ആണ്. പലരിലും നൊസ്റ്റാൾജിയ ഉണർത്താൻ അത് തന്നെ ധാരാളമാണ്. പിന്നെ ലിറ്റിൽ ഇത് സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ പടം കുറച്ച് ജനറിക് ആകുന്നുണ്ട്. പക്ഷേ അവിടെയും കൂട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാവിയോ നടത്തുന്ന ചില നീക്കങ്ങളൊക്കെ ചിരി ഉണ്ടാക്കുന്നുണ്ട്. പടം ശരിക്കും ഒന്ന് കത്തിപ്പടരുന്നത് റിങ്ങിനകത്തുള്ള ഫൈറ്റുകൾ ആരംഭിക്കുമ്പോഴാണ്. 1-ാം പകുതിയുടെ അവസാനം നടക്കുന്ന ഈ ഒരു ഭാഗത്ത് സിനിമയ്ക്കുള്ളിലുള്ള കാഴ്ചക്കാർക്ക് തോന്നുന്ന അതേ ഇമോഷൻ സിനിമ കാണുന്ന പ്രേക്ഷകരിലും ക്രിയേറ്റ് ചെയ്യാൻ അദ്വൈത് നായർക്ക് സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ഫൈറ്റ് കാണുമ്പോൾ ഇത് വല്ലതും നടക്കുമോ എന്ന് നമുക്കും തോന്നും. 2ാമത്തെ ഫൈറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കും. 3ാമത്തെ ഫൈറ്റിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളെല്ലാവരും ഏതാണ്ട് ആ ഒരു WWE വൈബിലേക്ക് ഇന്നാകും. അങ്ങനെ ഒരു മൊമെന്റിലാണ് അവർ പടത്തിലെ കോൺഫ്ലിക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇന്റർവെൽ ബ്ലോക്ക് കൊണ്ടുവരുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഡ്രാമയൊന്നുമല്ല ഇതിന്റെ കഥയിൽ വരുന്നത്. 2 പേർക്കിടയിലുള്ള തെറ്റിദ്ധാരണയും അത് മുതലെടുക്കാൻ വേറൊരാൾ ശ്രമിക്കുന്നതുമൊക്കെയാണ് ഡ്രാമ ഭാഗത്ത് സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡ്രാമയെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്യുന്ന രീതിയിൽ വിടുന്ന പാക്കേജിംഗ് ആണ് സിനിമയെ എന്റർടൈനിങ് ആക്കുന്നത്. ഈ സിനിമയിൽ വെട്രിയും അയാളുടെ മകളും തമ്മിലുള്ള റിലേഷനാണ് ഒരു ഇമോഷണൽ ലെയർ കഥയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ആ കഥാപാത്രങ്ങൾ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ഇഷ്യൂസ് ഡയലോഗുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സീൻ പോലും പടത്തിൽ വരുന്നില്ല. ആക്ച്വലി അവർ ഈ ഒരു ഇക്വേഷനിൽ ആ ചെറിയ കുട്ടിയെയാണ് കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. പടത്തിൽ നമ്മളെ ഏറ്റവും അധികം ചിരിപ്പിക്കുന്നതും ഈ ഒരു ആംഗിൾ ഉപയോഗിച്ച് നടത്തുന്ന ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് പരിപാടിയാണ്. ഒരുപാട് ചെറിയ ചെറിയ സെറ്റപ്പുകളും പേ ഓഫുകളും റൈറ്റിംഗ് ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സട്ടിലായിട്ടും വ്യക്തമായിട്ടും ഒരു പെർട്ടിക്കുലർ റെസ്ലിംഗ് മൂവിനെ കുറിച്ച് സിനിമയിൽ പറയുന്നത് ക്ലൈമാക്സിലെ ഒരു തിയേറ്റർ ഹൈ മൊമെന്റിലേക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ സോളിഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡാണ് പടത്തിനുള്ളത്. എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളത് മികച്ച രീതിയിൽ കൊറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള ഫൈറ്റുകളെ എഡിറ്റിംഗ് ഏത് രീതിയിൽ എൻഹാൻസ് ചെയ്തു എന്നതായിരുന്നു. ഇന്റർവെല്ലിന് തൊട്ട് മുന്നേ ആയിട്ട് നടക്കുന്ന മൊത്തത്തിലുള്ള അടിപരിപാടിയിൽ സത്യത്തിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ കഥാപാത്രങ്ങളുടെയും സിഗ്നേച്ചർ മൂവുകളെ സിനിമ രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ്. ചില മൂവുകൾക്കിടയിലൊക്കെ സൈലൻസുകൾക്ക് ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് ഒരു റിതം ക്രിയേറ്റ് ചെയ്യാൻ എഡിറ്റർ പ്രവീൺ പ്രഭാകറിന് സാധിക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള റിങ്ങിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സിനിമയുടെ സൗണ്ട് ഡിസൈനിനും കാര്യമായ പങ്കുണ്ട്. ശങ്കർ എഹ്സാൻ ലോയാണ് ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. ടൈറ്റിൽ ട്രാക്കിന് ഈ സിനിമ അർഹിക്കുന്ന എനർജി ഉണ്ടായിരുന്നു. അതേ ട്രാക്കിന്റെ വേറൊരു വെർഷൻ ഒരുപക്ഷെ സിനിമയുടെ അവസാന ഭാഗത്ത് ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നി. പടം ശകലം ഒന്ന് ഡ്രോപ്പ് ആകുന്നത് പോലെ തോന്നിയ ഒരേ ഒരു സ്ഥലം ക്ലൈമാക്സിന് ശേഷം ടെയിൽ എൻഡായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് സീനുകളിൽ മാത്രമാണ്. സാവിയോ എന്ന കഥാപാത്രം അവതരിപ്പിച്ച അർജുൻ അശോകനാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള ക്യാരക്ടർ ലഭിച്ചിട്ടുള്ളത്. അർജുന്റെ കംഫർട്ട് സോണിലുള്ള പരിപാടികൾ കൂടാതെ കുറച്ച് ആക്ഷനും ട്രാൻസ്ഫോർമേഷനും ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു കഥാപാത്രം കൊടുക്കുന്നുണ്ട്. ആ അവസരം അർജുൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. റോഷൻ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രത്തെ പറ്റി 1-ാം പകുതിയിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ പ്രസന്റ് ചെയ്യുക എന്നതാണ് റോഷന്റെ മുന്നിലുള്ള ചാലഞ്ച്. ആ ചാലഞ്ച് വിജയകരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ റോഷന് സാധിച്ചു. അർജുനും റോഷനുമുള്ള റിങ്ങിനകത്തുള്ള സീക്വൻസുകൾക്ക് ഒരു തിയേറ്റർ യൂഫോറിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വിശാഖ് നായർ അവതരിപ്പിച്ച കഥാപാത്രം തുടക്കത്തിൽ സ്വല്പം ഒരു കോമാളിക്കളിയുള്ള സില്ലി തീരുമാനങ്ങൾ എടുക്കുന്ന വില്ലനായിട്ടാണ് വരുന്നത്. പക്ഷേ സ്വല്പം എക്സെൻട്രിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ വിശാഖിന് ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിനെ വല്ലാതെ അങ്ങ് പൊട്ടനാക്കാത്തതുകൊണ്ട് അവസാനം ഒരു മെയിൻ വില്ലനായിട്ട് ആ ക്യാരക്ടറിനെ മൗണ്ട് ചെയ്യുമ്പോൾ വലിയ കല്ലുകടി തോന്നുന്നില്ല.
മാർക്കോ, പടക്കളം മുതലായ സിനിമകളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുള്ള ഇഷാൻ ഷൗക്കത്താണ് ലിറ്റിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അഭിനയിച്ച് തകർക്കാനുള്ളതൊന്നുമില്ലെങ്കിലും സാമാന്യം ഫൈറ്റുകളും ഷർട്ടൂരി ബോഡി കാണിക്കാനുള്ള സീനും ഒക്കെ വെച്ച് ഒരു പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷാന് സാധിക്കുന്നുണ്ട്. ശരിയായ സർപ്രൈസ് പാക്കേജ് ഈ പടത്തിൽ വരുന്നത് ഇതിന്റെ സപ്പോർട്ടിംഗ് കാസ്റ്റിലാണ്. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ട പേര് വേദിക ശ്രീകുമാർ എന്ന കൊച്ചു പെൺകുട്ടിയുടേതാണ്. ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ട് ഇതിന്റെ ആളുകൾ ഫോഴ്സ് ചെയ്ത് പക്വതയുള്ള കൂളായിട്ടുള്ള റോള് ചെയ്യിപ്പിച്ചതുപോലെയേ അത് കാണുമ്പോൾ തോന്നില്ല. വളരെ സ്വാഭാവികമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു വേദികയുടേത്. ഫൈറ്റർമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ബ്രേക്കപ്പായ ഭസ്മാസുരനായിട്ട് വന്ന ശ്യാം പ്രകാശ് MS ആയിരുന്നു. പുള്ളിക്കാരൻ ആക്ച്വലി ഒരു സിനിമാറ്റോഗ്രാഫറാണ്. നവ്യ നായർ അഭിനയിച്ചിട്ടുള്ള ജാനകി ജാനെ, മാരിവില്യൻ ഗോപുരങ്ങൾ, ഈ അടുത്ത് വന്ന റിമാ കല്ലിങ്കൽ അഭിനയിച്ച തിയേറ്റർ മുതലായ സിനിമകളിലൊക്കെ സിനിമാറ്റോഗ്രാഫി ചെയ്തത് ശ്യാം പ്രകാശാണ്. ഡാർത്താന്യൻ സാബു അവതരിപ്പിച്ച കടൽക്കൊമ്പൻ രസകരമായ ഒരു ക്യാരക്ടറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ സീൻ പുള്ളിയുടെ ടൈമിങ്ങിലാണ് വർക്കാകുന്നത്. നൈട്രോ കിളിയായിട്ട് വന്ന കാർമൻ എസ് മാത്യുവും ജാങ്കോ സുൽത്താനായിട്ട് വന്നിട്ടുള്ള വൈഷ്ണവ് ബിജുവും മെമ്മറബിൾ ആയിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ചു. ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന ഈ സിനിമയിലെ മലയാളത്തിലെ മൂത്തോന്റെ ഗസ്റ്റ് അപ്പിയറൻസ് 2 കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് വർക്കായത്. ഒന്ന്, നല്ല ഒന്നാന്തരം കൊച്ചി ഭാഷയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഉപയോഗിച്ചിട്ടുള്ള വിഗ് ഓസ്ലറിലുള്ള പോലത്തെ ലോക്കൽ ഐറ്റം ആയിരുന്നില്ല. ക്ലൈമാക്സിലെ അടി പുരോഗമിക്കുമ്പോൾ ലൈവ് കമന്ററി പോലെയുള്ള പുള്ളിയുടെ കുറച്ച് ഡയലോഗുകൾ വെട്ടിക്കളയാമായിരുന്നു എന്ന് തോന്നി. സിനിമാറ്റിക് ആയിട്ട് നോക്കുമ്പോൾ ലേശം റിസ്ക് പിടിച്ചൊരു ഐഡിയ എടുത്തിട്ട് അതിനൊരു കൺവെൻഷണൽ ഡ്രാമ സ്ട്രക്ചർ കൊടുത്തിട്ട് ഓഡിയൻസിനെ ഇൻവെസ്റ്റഡ് ആക്കി നിർത്തുന്ന മൊമെന്റുകൾ അതിലേക്ക് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ചത്താപ്പച്ച. ഒന്നാം പകുതിയുടെ പകുതിക്ക് വെച്ച് ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറങ്ങാതെ നല്ല കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഈ പടം സാമാന്യം നല്ല തമാശകളും ക്രിഞ്ച് തോന്നിപ്പിക്കാത്ത മൊമെന്റുകളും പിന്നെ റെസ്ലിംഗ് പോലെ ആവുക എന്ന പടത്തിന്റെ ആഗ്രഹത്തോട് നീതി പുലർത്തുന്ന വിഷ്വലുകളുമുള്ള നല്ലൊരു എന്റർടൈനിങ് മൂവിയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്